മമ്മി ആൻഡ് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മി ഇന്ന് പെസഹയാണ്. അപ്പം മമ്മി ഈന്തറിയപ്പത്തിൻ്റെ കൂട്ടാണ്. ജൂബിലിയും കൂടി കേൾക്കട്ടെ മോളെ. രമണി ചേച്ചിനെ കൂടി ചെയ്യിക്കാനും കൂടി പെട്ടെന്ന് ഇത് എടുക്കണത്. നമ്മൾ ഒരു കൈക്കൊഴുന്ന ഉഴുന്നും പരിപ്പ് മമ്മി വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാല വെച്ചതാണ്. പിന്നെ 5 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂട്ടാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ് പൊടിയുടെ കൂട്ടാണ് മമ്മി തരുന്നത്. ഈ തേങ്ങ, ജീരകം, 1 സ്പൂൺ ജീരകമുണ്ട്. ഇതെല്ലാം ഫൈനായിട്ട് അരയ്ക്കണം. ഈ പൊടിയില്ലേ, 1 കപ്പ് പൊടി മതി. ഇവിടെ പപ്പയ്ക്കും സിൻസിക്ക് ഇത്രയും മതി. ഇത് അരിപ്പൊടി വറുത്ത് ഇതാണ്. ഇതിന് മമ്മി ചൂടുവെള്ളമാണ് ഇട്ടത്. അതിലേക്ക് ഒന്ന് നനച്ച് വെക്കുന്നുണ്ട്. ഈ ചൂടുവെള്ളത്തിനൊക്കെ ചൂടുവെള്ളമാകുമ്പോൾ ഒരു മയം ഉണ്ടാവും. ഒന്ന് നനയ്ക്കാനുള്ള വെള്ളം അതൊന്ന് നനച്ച് വെക്കണം, ഒന്ന് കുതിരാൻ വേണ്ടി. ചൂടുവെള്ളം അല്ലെങ്കിൽ മൂരച്ചിരിക്കും. അപ്പോൾ ഈ ചൂടുവെള്ളമായ ഒരു മയം ഉണ്ടാവും അപ്പത്തിന്. ഇനി ഇതെല്ലാം പേസ്റ്റ് പോലെ അരച്ചിട്ട് ഈ പൊടിയും കൂടെ കൂട്ടിയിട്ട് ഇഡലിയുടെ മാവിൻ്റെ പരുവത്തിൽ നമ്മൾ കലക്കും. എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കും, ആവിയിൽ പൊടിക്കും കേട്ടോ. അതാണ് അടുത്ത ട്രിപ്പ്. ഹമ്മൂറ്. പിന്നെ പരിപ്പും മുരിങ്ങക്കായും കൂടി മാങ്ങയും ചേർത്തിട്ട് ഒരു തേങ്ങ അരച്ചൊരു കറി. പുഴുങ്ങണയ്ക്ക് മുമ്പ് നന്നായിട്ട് സ്റ്റീം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്തിരി എണ്ണ പുരട്ടി ഒന്ന് തടവി. ഇത് പ്ലേറ്റാണ് കേട്ടോ, സ്റ്റീലിൻ്റെ പ്ലേറ്റാണ്. ടെസ്റ്റത് ഇഡലിയുടെ അത് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കറക്റ്റാണ് കേട്ടോ രമണി. ഇതുപോലെ കറക്റ്റാക്കിക്കോളൂ. ഇത് അരച്ചപ്പം തന്നെ ഉണ്ടാക്കാം. ഇനി നമ്മളിതേ ഇത് ഒഴിക്കണം കേട്ടോ. കനം കുറച്ചൊഴിക്കാം, കട്ടി വേണ്ട. ഇത് അപ്പം തന്നെ ഉണ്ടാക്കാം അല്ലേ? ഇതൊരു 7 മിനിറ്റ്. ഇത് പുളിപ്പിക്കുമെന്നൊരു പുളിപ്പില്ലാത്ത അപ്പമാണിത്. നമുക്കിനി ഒരപ്പത്തിനും കൂടി ചുട്ട് കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂൺ ഇതിൽ നിന്ന് എടുത്തിട്ടേ, മാവിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് വറുത്ത പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ തന്നെ കലക്കണം. കലക്കിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി, ചുവന്ന ഉള്ളിയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഈ മിക്സ് അതിലേക്ക് ഇടണം. അതിലിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുട്ടെടുക്കണം. അതാണ് കലത്തപ്പം. ശരി. കയ്യിൽ മാവും ഇത്തിരി അരിപ്പൊടിയും കൂടി ചേർത്ത് ഉപ്പും പാകത്തിനിട്ട് കണ്ട അടുപ്പത്ത് വേവണം. എന്നിട്ട് ഇതുപോലെ ചുട്ടെടുക്കണം, വെളിച്ചെണ്ണ ഒഴിച്ച്. അപ്പുറത്തെ സൈഡ് എന്തായിന്നറിയാം. ഇത് കലത്തപ്പം അല്ലേ? ശരി. ഒന്നുകൂടി മതിയണം. ഇതുപോലെ തന്നെ വരണം. ഇതും പാല് കുറുക്കിന്റെ കൂടെ കൂടി ഇത് മുറിച്ച് മുക്കി തരും. പാല് കുറുക്കും. പാല് കുറുക്കും. മറ്റേത് ഇന്ത്യറിയപ്പം. ഇത് ഇന്ത്യറിയപ്പം, ഇത് കലത്തപ്പം. ഇതിന് ആലുവ ഭാഗത്ത് പറയുന്നത് ഇന്ത്യറിയപ്പം, ഇതിനെ കലത്തപ്പം. ഓക്കെ. ഇനി ഇത് പാല് കുറുക്ക് ഇനി അടുത്ത് റെഡിയാക്കണം അല്ലേ? ഉള്ളിയും തേങ്ങയാണ് ഇത്. അധികം കരിഞ്ഞു പോകാണ്ട് പാകത്തിന് ഗോൾഡ് കളറിൽ എടുക്കണം. എന്നിട്ട് ഇതേ അടച്ച് വെച്ച്. ശരി. നമ്മൾ പാല് കുറുക്കിന്. അതെ, നമ്മൾ പാല് കുറുക്കിൻ്റെ പണിയിലേക്ക് ഒരു തവിയിൽ വടിച്ച് ഉള്ള പൊടി എടുക്കണം കേട്ടോ. പാലിനളവ് ഒരു 1.5 ഗ്ലാസ് പാല്. ഇത് പശുപാലിലും തേങ്ങാപ്പാലിലും ഉണ്ടാക്കാം. 2 പാലിലും ഉണ്ടാക്കാം. ഏതും ഓക്കെ. തേങ്ങാപ്പാലാവുമ്പോ അപ്പാപ്പുള്ളത് അപ്പാപ്പ ചെയ്യണം. ഇവിടെ ഒരു കപ്പിൽ പാലുണ്ടല്ലോ, അത് ലാസ്റ്റ് ഒഴിക്കാനായിട്ട്, ആദ്യത്തെ പാല്. ഇതിൻ്റെ മധുരത്തെ പറ്റി എനിക്കറിയില്ല. അപ്പൊ പാകത്തിന് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുക. അത് ശർക്കര വേണമെന്ന് തന്നെ നിർബന്ധം ഇല്ലാത്തവർക്ക് പഞ്ചസാര ഇടാം. ഇനി ഒരു നുള്ളുപ്പ്. അത് എന്തിനാന്ന് വെച്ചാൽ അരിപ്പൊടി നമ്മുടെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം തീ ഓണാക്കാൻ. അതെ, കയ്യിൽ എടുത്ത് മാറ്റി നിൽക്കരുത് നമ്മൾ. ഇളക്കി ഇനി ഫൈനൽ കാണിച്ചാൽ മതി. അപ്പൊ നല്ല കുറുകി വന്നു.
അത് പൊട്ടിത്തെറിക്കണ പോലെ ശരിക്കും വെള്ളം തിളച്ചു എന്നർത്ഥം. പൊട്ടിത്തെറിക്കുന്നത് തിളച്ചു കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ പാൽ ഒഴിക്കാം. ശരി. ഓ അത് ശരി. അപ്പോഴാണ് ശരിക്കും പാലിൻ്റെ കൺസിസ്റ്റൻസി അല്ലേ? ഇലക്ഷൻ്റെ തുടങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ ശരി. മധുരത്തിന് അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നല്ല ടേസ്റ്റ്, മധുരത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണമെങ്കിൽ ഒട്ടുപ്പ് ചേർക്കണം. നമ്മുടെ പൊടി ഇടും. നമുക്ക് എന്ത് പൊടി? ഏലക്ക പൊടി. ഓക്കെ. ഞാൻ ഓഫാക്കണില്ല, തീ കുറച്ചു. പാകായി കറക്റ്റായി കണ്ട. ശരി. ഏതിനോ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത്. ഇനി ഓഫാക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് ഓഫ് ചെയ്ത് ഇനി ഇരുന്ന് നമ്മൾ പാല് അപ്പത്തിൽ മുക്കില്ലേ, അപ്പൊ അപ്പത്തിൽ നന്നായിട്ട് ഇതങ്ങോട്ട് പിടിക്കും. അതാണ് അതിന്റെ പാകം. അത് അപ്പം ഇങ്ങനെ അപ്പത്തുമ്മ ഈ കുറുക്ക് വിഴുങ്ങും അപ്പത്തിന്. എന്റെ ദൈവമേ, ഭയങ്കരായി പോയല്ല. വിഴുങ്ങൂന്ന് പറഞ്ഞാല് അതാണ് അതിന്റെ ഈ അപ്പത്തിനെ കവർ ചെയ്തിരിക്കും. മനസ്സിലായ? ഇത് നമുക്ക് ഇതിനകത്തിടാം. കഴിഞ്ഞു. പെസാപ്പത്തിന്റെ ടേസ്റ്റ് ഒന്ന് ചെയ്തു പറയൂ. അപ്പം എല്ലാവർക്കും പെസഹാ ആശംസകൾ. ഞാൻ ഇവനൊന്ന് ടേസ്റ്റ് നോക്കാം. പെസഹാശംസകൾ. അത് ഇണ്ടേറിയപ്പം പാലും. ഇത് നല്ലതാണ്. ഇത് ആലുവേലത്തെ സ്റ്റൈൽ അപ്പാണ് അത്. ചാലക്കുടി സ്റ്റൈലല്ല, അല്ല. മമ്മയുടെ അപ്പല്ല, ഒരിക്കലും അല്ല. ഓക്കെയാണോ? നല്ലതാണ്. അതിന്റെ മധുരമൊക്കെ എങ്ങനെയുണ്ട്? കുറുക്കിന്റെ മധുരം കൂടുതലൊന്നുമില്ല. ഷുഗറുകാർക്കും കഴിക്കാം. ശർക്കര പപ്പം അതാവും. ഇനി മറ്റേ ഈ അപ്പം, മറ്റേ അപ്പം കലത്തപ്പം. ഇത് ചാലക്കുടിയുടെ അപ്പം. ഇതാണ് കലത്തപ്പം. അമ്മാമ്മയുടെ അതന്നെ. മമ്മി പറഞ്ഞേ പെരണ്ടിരിക്കുന്നു പറഞ്ഞ അപ്പത്തും അതാണ് ഈ കുറുക്കിന്റെ കണക്കുന്ന്. അപ്പം കുതിർന്നിരിക്കും തിന്നുന്നൊക്കെ പറഞ്ഞ. അത് മോളില് കനലിടുമ്പോ കനലൊന്നുമില്ല, മറിച്ചിട്ട് കഴിക്കണേ. യാതൊരു വ്യത്യാസമില്ല. ടേസ്റ്റ് അത് തന്നെ അല്ലേ? നല്ലതാണ്. സിൻസിന് ഇഷ്ടം അതാണ് കലത്തപ്പം. സിൻസിക്ക് ഇഷ്ടമുണ്ട് അറിയപ്പം. ജൂബിലിക്ക് ഇത് രണ്ടും ഇഷ്ടം. അപ്പൊ ഓക്കെ. നമ്മുടെ